എവിടാടാ നീ? സ്റ്റുഡിയോയിലുണ്ട്. ഒന്ന് രണ്ട് പരിപാടിയുണ്ട്. എടാ പിന്നെ ഞാനിവിടെ റീൽ ചെയ്തു. ഇപ്പൊ നീ എന്നെ കണ്ടാ ശരിക്കും ഞെട്ടും. സാരിയൊക്കെ കൊടുത്ത് കല്യാണ പെണ്ണ പോലെ. ഫുള്ള് കണ്ടിന്യൂറ്റി പ്രോബ്ലം ആണ്. എന്നാലും അഡ്ജസ്റ്റ് ചെയ്യും. ഓഹ് നന്നായി. ചിത്രത്തിൻ്റെ വയറുവിനൊക്കെ മാറിയോ? അതിപ്പോ ശീലായി. എടാ ഇന്ന് ഉച്ച കഴിഞ്ഞപ്പോഴേ അച്ഛനും അവൻ ചേവായൂര് പോയി. പിന്നെ ഇവിടെ മേലെ വീട്ടിൽ കള്ളം കയറി. സോ ചെറിയൊരു പേടി. നീ ഫ്രീ ആണേ ഇങ്ങോട്ട് ഇറങ്ങ്. അപ്പൊ വീട്ടിൽ വന്നാല് ചേർത്ത് പിടിച്ചൊരു കിസ് തരൂ. ഒന്ന് പോയടർക്ക. അത് നോക്കാ, നീ വാ. കാലിക്കറ്റ് സർവകലാശാല ജനുവരി 1 നടത്താനിരുന്ന എല്ലാ പരീക്ഷകളും മാറ്റിവെച്ചു. കാരണം വ്യക്തമാക്കിയിട്ടില്ല. പരീക്ഷാ സ്ഥിരം സമിതിയുടെ ശുപാർശ പ്രകാരമാണ് തീരുമാനമെന്ന് സർവകലാശാല അറിയിച്ചു. അല്ല, എന്നെ ഇനി ആരെങ്കിലും കണ്ട കള്ളനോന്നോ മറ്റോ പറയൂ. എടാ ഇന്ന് മിക്കവാറും ഡിഗ്രി സപ്ലി റിസൾട്ട് വരും. എനിക്ക് നല്ല പേടിയുണ്ട്. ഇതും തോറ്റാ ഞാൻ മരിക്കും. എന്നിട്ട് ഞാൻ എഴുതി വെക്കും എല്ലാത്തിനും കാരണം ഈ നശിച്ച യൂണിവേഴ്സിറ്റിയാണ്. ആരുമില്ലല്ലോ. ഇതിലും വലുത് ചാടിക്കിടന്നവനാണ് KK ജോസഫ്. തിങ്ക വിസ്മക്കുറിയിട്ട തമ്പുരാട്ടി നിന്റെ തിങ്കളാഴ്ച കിടക്കണേ. തിങ്കളാഴ്ച മുടക്കും ഞാൻ. ഇന്ന് ഞാൻ കിസടിച്ച് പൊളിക്കും. ഭാഗ്യം ആരും കണ്ടില്ല. ഒന്നും പറ്റിയില്ലായിരുന്നു. പിന്നെ ഇതെന്ത് ഓടി? പേടിപ്പിക്കാനായിട്ട് കുരുപ്പ്. ഇപ്പൊന്നും പറ്റിയില്ല, പക്ഷെ എക്സാമിന് ഞാൻ ഫെയിൽ ആയ. പേടിച്ചോയോ? എടാ നീ പോയാ വാതിലടച്ചേ. എന്തിന്? അയ്യടാ പോയി വാതിലടക്കണം. എടാ ഒരു കോൾ ചെയ്യട്ടെ. ചാലു, ഇതുവരെ റിസൾട്ട് വന്നിട്ടില്ലടി. പക്ഷെ നമ്മുടെ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് എനിക്ക് നല്ല പേടിയുണ്ട്. ഓക്കെടി, നീ വിളിക്ക്. സാരിയൊക്കെ റീൽസ് ചെയ്യാൻ വേണ്ടി ഇരുന്നിട്ട് ആകെ കുളമായി. നോക്കിക്കേ. നീ എന്താടി ഈ വേഷത്തില്? ഒളിച്ചോടാൻ വല്ല പ്ലാനും ഉണ്ടോ? അതെ, ഞാനൊരു കാര്യം പറയട്ടെ. സംഭവം ഞാൻ ഫുൾ ഓപ്പൺ ആണെങ്കിലും ഇക്കാര്യത്തിൽ എനിക്ക് നല്ല പേടിയുണ്ട്. എടാ നീ വരുന്ന കാര്യം കണ്ടിരുന്നോ? നോ വേ മാൻ. വേറെ ഒന്നുമല്ലടാ, ഇവിടെ മൊത്തം കള്ളന്മാരാ. കള്ളന്മാരോ? നമ്മുടെ മേലെ പഠിക്കല ജോസച്ചായന്റെ വീട്ടില്ലേ, അവിടെയൊക്കെ കള്ളം കയറിയിരുന്നു പറഞ്ഞിരുന്നു. അപ്പോ ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ടായിരിക്കും പപ്പയ്ക്കൊരു പേടി. അടിപൊളി. അപ്പൊ നിന്റെ അപ്പനും അമ്മയും ഇപ്പത്തോ? എടാ നീ ഒന്ന് മാറി നിനക്ക് റിസൾട്ട് വന്നോ നോക്കട്ടെ. ചിത്രേ, നീ എന്തിനാ ഇങ്ങനെ എടുത്ത് പേടിക്കുന്നേ? നിനക്ക് സപ്ലി ഉണ്ടായിരുന്നോ? ഇല്ല. എന്നാ ചുപ്രോ. ഇവിടെ മനുഷ്യന്റെ ജീവിതം പോയി അറിയോ? ഞാൻ ഇയർ ബാക്കുമായി. ഇനി ഫ്യൂച്ചർ എന്താന്നോട് എനിക്കറിയില്ല. എന്തോന്ന്? അതൊക്കെ ഉണ്ട്. നിനക്ക് വൈൻ വേണോ? വൈൻ വൈൻ കിട്ടോ? എടാ നിനക്കറിയോ, ഞാനിപ്പോൾ 3ാം വർഷ. ഒരുമാതിരി മൂഞ്ചിയ ജീവിതവും ഒടുക്കത്തെ ആഗ്രഹങ്ങളും.
ഡാർക്ക് സീൻ. ഓ, അടുത്ത മെഴുകുതിരി ഉണ്ട്, അതൊന്ന് കത്തിക്ക്. ആ കിട്ടി 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 കിട്ടി. കിട്ടിയോ? ഓക്കെ. വേഗം തുറക്കും മോളെ. മതി മതി മതി. ഒഴിക്കട്രാ. സെറ്റ്. Cheers. അതെ, ഇങ്ങനെ ഇരുന്ന് നേരം വിളിപ്പിച്ചാ മതിയോ? അയ്യടാ മോനെ, എന്നെ പോലെ നല്ല കുടുംബത്തിൽ ജനിച്ച കുട്ടികളും ഉണ്ട്. ആ മെഴുതിരി ഊതട്ടെ? എടാ, നിനക്കൊരു കാര്യം അറിയൂ? ഞങ്ങൾക്ക് ആകെ 6 സെമിസ്റ്ററാണ് ഉള്ളത്. അതിൽ 4ാമത്തെ സെമിസ്റ്റർ പഠിക്കുന്ന സമയത്താണ് 1ാമത്തെ സെമിസ്റ്ററിന്റെ റിസൾട്ട്, അതും 2ാമത്തെ വർഷം. എന്തോന്ന്? ആ, അതൊക്കെ ഉണ്ട്. ബിടെക് പഠിച്ചാൽ നിനക്കൊന്നും അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. എടാ കോപ്പേ, ബിടെക്കാർക്ക് മാത്രമൊന്നല്ല ഇങ്ങനെ, അറിയോ? നിങ്ങൾക്ക് മാത്രമല്ല ജോലി കിട്ടാത്ത ഒരു ശരാശരി ഡിഗ്രിക്കാരന്റെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. ഞങ്ങളും എഴുതുന്നുണ്ടാ 10-32 പേപ്പറൊക്കെ. അത്ര ഡിഗ്രിക്കാരുണ്ട് ഇന്ത്യയിൽ. എന്നിട്ട് ഇവിടെ എല്ലാവർക്കും ജോലി കിട്ടുന്നുണ്ടോ? ഉണ്ടോ? ഇല്ലേ. എന്നിട്ട് നീ ഇതൊന്ന് നോക്ക്. ഡിഗ്രി കയറ്റി റദ്ദാക്കിയത് 1-3 സെമിസ്റ്റർ പരീക്ഷ, 4 പരീക്ഷ മാറ്റി വെച്ചു. കേരള സർവകലാശാല ബിരുദ പരീക്ഷകൾ മാറ്റി. യൂണിവേഴ്സിറ്റി പരീക്ഷ. എടാ, നിനക്കറിയോ, തോന്നുന്ന പോലെയാടാ യൂണിവേഴ്സിറ്റി എക്സാം ഒക്കെ നടത്തുന്നത്. ആദ്യം പറയും അടുത്ത 10ന് എക്സാം, പിന്നെ പറയും 20ലേക്ക് മാറ്റിന്ന്. പിന്നെ എന്തൊക്കെയാ എക്സാം മാറ്റിവെപ്പും, ഉത്തരകടലാസ് കാണാത്തതും, ഇന്റേണൽ മാർക്ക് കൊടുക്കാത്തതും, പശു എക്സാം പേപ്പർ തിന്നതും, അങ്ങനെ എന്തൊക്കെ എന്തൊക്കെ. ഇതിന് നല്ല മധുരമുണ്ടോ? ഇങ്ങനെയാണ് ഞാൻ എങ്ങനെയാടാ എക്സാം ജയിക്കുക? എന്നോട് ടാർഗെ, ഞാനും പഠിച്ചു, ബിടെക് ഒക്കെയാണ്. പക്ഷെ പറഞ്ഞിട്ട് എന്തായാലും ജോലിക്ക് പോകുമ്പോൾ അവന്മാർക്ക് എക്സ്പീരിയൻസ് വേണം. അതിന് ആരെങ്കിലും പണി തന്നാലേ എക്സ്പീരിയൻസ് ആവും. അത് ഇന്റർവ്യൂ ചെയ്യുന്ന പൊട്ടന്മാർക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല. മടുത്തുപോയി. എൻ്റെ അളിയ, ഈ ദുരിതത്തിൻ്റെ ഇടയിൽ കോളേജ് ലൈഫും ക്യാമ്പസും പൊളിറ്റിക്സും സ്ട്രൈക്കും പിന്നെ വൈനോട്ടവും വെള്ളടിയും ആർട്സും സ്പോർട്സും ക്യാമ്പസും ഇല്ലായിരുന്നെങ്കിൽ, പിന്നെ വിളിക്കാൻ നീ കൂടെ ഇല്ലായിരുന്നെങ്കിൽ. എടാ, നീ കൂടെ അല്ലായിരുന്നെങ്കിൽ ഇല്ലെങ്കിൽ ഒരു സീനും ഇല്ല. പക്ഷെ റിസൾട്ട് വന്ന് ഞാൻ തോറ്റ ഞാൻ മരിക്കും. താഴെ മേലിൽ നിന്ന് വന്നിട്ട് ഇവനെന്താ കാണിക്കുന്നേ? നിനക്കെന്താ വട്ടായോ? ഇത്രയും വെളിച്ചെളുപ്പം നീ എന്തിനാടാ മെഴുകുതിരി കത്തിക്കുന്നേ? ചിത്രേ, എടാ, റിസൾട്ട് വന്നു, എനിക്ക് ആകെ പേടിയാവുന്നു. നീ ഒന്ന് നോക്കോ? സൈറ്റ് ജാമാണ്. ചിത്രേ, എടി ഇതുവരെ ഒന്നും കിട്ടിയില്ല. എടി ഒരെണ്ണല്ലേ ചോദിച്ചുള്ളൂ. എടാ, എനിക്കൊരു തളർച്ച പോലെ. അപ്പനും അമ്മയും വന്ന് ഒന്ന് ഇറങ്ങിപ്പോടാ. വാ 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 വാ.
ഇനിയെങ്ങാനും കള്ളനാണോ? കോപ്പ അപ്പൻ അങ്ങനെ തന്നെ വാ പോവാ. അല്ല എഴുന്നേക്ക്. ചിത്ര നമുക്ക് കിസ് ചെയ്യണ്ടേ? ഒന്ന് ഇറങ്ങി പോടാ. നീ പോ, എന്നിട്ട് വേണം വാതില് തുറക്കാൻ. റിസൾട്ട് കംപ്ലീറ്റ് ഇരുട്ടാണല്ലോ. ആട്ടും കൂടും. കള്ളൻ കള്ളൻ കള്ളൻ. ഞാൻ കള്ളനല്ല ചേട്ടാ, ഞാൻ കള്ളനല്ല. അയ്യോ, അപ്പൊ ശരിക്കും കള്ളൻ എവിടെ?